പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടു. യുദ്ധത്തിൻ്റെ പ്രതിസന്ധി. ഓർക്കാപ്പുറത്ത് ഒരു യുദ്ധം വന്നിടപെടുകയുണ്ടായി. നമ്മൾ യുദ്ധത്തിന് വേണ്ടി പോയതല്ല, ഒരു യുദ്ധത്തിൽ പ്രവേശിക്കേണ്ട ഒരു ഗതികേട് രാജ്യത്തിനുണ്ടായി. രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല. യുദ്ധത്തിന് ശേഷം ചില പത്രപ്രവർത്തകർ പ്രതിരോധ മന്ത്രാലയത്തിലെ വക്താക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. രാജ്യത്തിന് എന്ത് നഷ്ടമുണ്ടായി, എന്ത് ലാഭമുണ്ടായി, ശത്രുവിനെ ഏതെല്ലാം രീതിയിൽ നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതായ ഒരു വിവരണം തരാമോ എന്ന് ചോദിക്കുകയുണ്ടായി. നല്ല ചോദ്യമാണ്, അർഹതയുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില ന്യായങ്ങളുമുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വക്താക്കൾ അതിന് കൊടുത്തതായ മറുപടി വളരെ ശ്രദ്ധേയമാണ്. എന്താണ് കൊടുത്ത മറുപടി എന്നറിയാമോ? നമുക്കെന്ത് നഷ്ടമായി, അല്ലെങ്കിൽ ശത്രുവിന് എന്ത് നഷ്ടപ്പെടുത്തുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചു എന്നുള്ളതല്ല രാജ്യത്തിൻ്റെ മുൻപിലുള്ളതായ വിഷയം. എന്നാൽ നമുക്ക് സംഭവിച്ചതായ നഷ്ടത്തിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടം സംഭവിക്കാനിടയായത്, ശത്രുവിന് കിട്ടിയതായ പഴുതെന്താണ്, ഇതാണ് രാജ്യം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലൊരു സംഭവം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലുണ്ട്. അതാണ് ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അരാം രാജ്യം, ഒരു വലിയ രാജ്യം, പല രാജാക്കന്മാരോടുകൂടെ ചേർന്നുകൊണ്ട് ചെറിയ രാജ്യമായ ഇസ്രായേലിനോട് പൊടുന്നനവേ ഒരു ദിവസം ഒരു യുദ്ധം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു. ഒരു പോരുണ്ടായി. കാരണമൊന്നും ഉണ്ടായിട്ടല്ല, പെട്ടെന്ന് ഒരു യുദ്ധത്തിനായി ഉള്ളതായ അവസരങ്ങൾ ഉണ്ടായി. ഇസ്രായേൽ ജനം വളരെ കുറച്ചു പേരേ ഉള്ളൂ. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അരാം രാജാവിൻ്റെ മുൻപിൽ തോറ്റുപോകുമെന്ന് അവർക്കൊരു ഭയമുണ്ടായി. പക്ഷെങ്കിൽ അവർ ദൈവത്തോടടുത്തു. ദൈവം അവർക്ക് മറുപടി കൊടുത്തു. ഞാൻ അരാം രാജാക്കന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിച്ചു. എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ, നിന്റെ കയ്യിലുള്ളതായ ചെറിയ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യിക്കും. അവിശ്വസനീയമാണ്, പക്ഷെങ്കിൽ ദൈവമാണ് പറഞ്ഞത്. അത് വിശ്വസിച്ചേ പറ്റൂ. ദൈവം പറഞ്ഞാൽ അത് സാധിക്കും. അങ്ങനെ തന്നെ ചെയ്യും. യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ അരാം രാജാക്കന്മാർ തോറ്റോടി. ചെറിയ കൂട്ടത്തിന് മുൻപിൽ, ദൈവവചനത്തിൻ്റെ മുൻപിൽ എഴുതിയിരിക്കുന്നത് 1 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രായേല്യർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ നിറഞ്ഞ ഒരു കൂട്ടം ജനങ്ങളെ കൊണ്ടും യോദ്ധാക്കളെ കൊണ്ടുമല്ല ദൈവം യുദ്ധം ചെയ്യിച്ചത്, ചെറിയ ഒരാട്ടിൻകൂട്ടത്തെ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം തോറ്റു കഴിഞ്ഞപ്പോൾ അരാം രാജാവിൻ്റെ രാജാക്കന്മാർ അവരുടെ സഖ്യകക്ഷികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയൊരു മന്ത്രിസഭ വിളിച്ചു കൂട്ടി. വരൂ, നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് നമുക്ക് തോൽവി സംഭവിച്ചത്, ഈ ചെറിയ രാജ്യത്തോട് നാം തോറ്റോടിയതിൻ്റെ കാരണമെന്ത്, എങ്ങനെ സംഭവിച്ചു എന്ന് അവരുടെ മുൻപിൽ ഒരു ഗവേഷണം, ഒരു റിസർച്ചിങ് ഉണ്ടായി. അതിൻ്റെ റിസർച്ചിൻ്റെ ഫലം 1 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നു. എന്താണെന്നറിയാമോ? ഒന്ന് വായിക്കാം. അരാം രാജാവിനോട് അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവേ, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അവരുടെ ദൈവം പർവ്വതദേവനാകുന്നു. ഈ പർവ്വതദേവനോട് നമുക്ക് പർവ്വതത്തിൽ ചെന്ന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. നമ്മൾ സമഭൂമിയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഇസ്രായേൽ ജനത്തെ, ഈ പർവ്വതദേവനിൽ ആശ്രയിക്കുന്നതായ ജനത്തെ, അവരെ താഴെ കൊണ്ടുവരുവാൻ സാധിച്ചാൽ, സമഭൂമിയിൽ അണിനിരത്തുവാൻ സാധിച്ചാൽ യുദ്ധത്തിൽ ജയം നമുക്കുറപ്പ്. പ്രൈസ് ദി ലോർഡ്. ആത്മീകമായ ഭാഷയിലേക്ക് ഒന്ന് കടന്നു വരാം. എന്തുകൊണ്ടാണ് ഈ ഭൃത്യന്മാർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അവർ കേട്ടിട്ടുണ്ട്. അവരുടെ രാജാവായിരുന്ന ദാവീദ് ഒരിക്കൽ ഒരു പാട്ട് പാടി. 121-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് അവർ പാടിയുന്ന പാട്ട് അരാമ്യർ നിത്യവും കേൾക്കുകയല്ലേ, അവരുടെ ഭൃത്യന്മാർ കേൾക്കുകയല്ലേ.
അവർ ദിവസവും പാടുകയാണ്. അവരുടെ ഭവനങ്ങളിൽ പാടുന്നു, ആരാധനയിൽ പാടുന്നു, സിനഗോഗുകളിൽ പാടുന്നു, അവരുടെ യാഗങ്ങളിലൊക്കെയും പാടുന്നു. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം സർവശക്തനായ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. നോക്കൂ, നമ്മൾ പാടുന്ന പാട്ട് ശത്രുക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശ്രയം എവിടെയെന്ന് അവൻ നന്നായി തിരിച്ചറിയുന്നു. നമ്മുടെ പാട്ടിൻ്റെ ഈണം നല്ലതാണ്, കേൾക്കുവാൻ ഇമ്പമാണ്, നമ്മുടെ ഹൃദയത്തിന് വളരെ പ്രചോദനമാണ്, സന്തോഷമാണെങ്കിലും ഓർത്തു നോക്കുക, സ്വർഗം കേൾക്കുന്നതിന് വേണ്ടിയോ സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയോ ആത്മീക പ്രചോദനത്തിന് വേണ്ടിയോ നീ പാടുന്ന പാട്ടുകളൊക്കെയും നിന്റെ ശത്രു വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. നിന്റെ ആശ്രയം എവിടെയെന്ന് അവൻ അറിയാം. ഏതൻ തോട്ടത്തിൽ പാമ്പ് ചെന്ന് സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പാമ്പിനറിയാം ഈ ഫലം ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്. അതിനെ ചായ്ച്ച് അവൾക്ക് പറിക്കാവുന്ന സമമായ നിരപ്പിലേക്ക് അവൻ കൊണ്ടുവന്ന് കൊടുത്തു. അവൾ പറിച്ചു, ഭക്ഷിച്ചു, തിന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഫലവും അനുഭവിച്ചു. ശത്രു നമ്മെ സമഭൂമിയിൽ കൊണ്ടുവരുവാൻ നോക്കും. അവൻ ഏതവസ്ഥയിലായിരിക്കുന്നു അവൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് പല രീതിയിൽ നമ്മെ ആകർഷിച്ചു കൊണ്ടുവരും. എന്താണെന്ന് അറിയാമോ? നീ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ നിന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീ എണ്ണത്തിൽ ചെറുതായിരിക്കാം, കുറച്ചുപേരെ ഉള്ളായിരിക്കാം. ശത്രുവിനോടൊപ്പം നിനക്ക് ശക്തിയും ബലവും ആയുധങ്ങളും മഹത്വങ്ങളും പേരും പെരുമയും ഒന്നുമില്ല. പക്ഷെങ്കിൽ നിന്റെ ആശ്രയം ഉന്നതങ്ങളിലാണെങ്കിൽ, നിന്റെ വാസം അത്യുന്നതനോടുകൂടെയാണെങ്കിൽ, നിന്റെ ദൃഷ്ടി, നിന്റെ നോട്ടം, നിന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കാണെങ്കിൽ ഒരു ശത്രുവിനും നിന്നോട് അടുക്കുവാൻ കഴിയില്ല. അവൻ ഭയപ്പെടുന്നു. അരാം രാജാവിൻ്റെ ഭൃത്യന്മാർ പറഞ്ഞ വാക്ക്, അവരെ നമുക്ക് സമഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു നോക്കൂ, തീർച്ചയായിട്ടും നമ്മൾ അവരെ ജയിക്കും. പക്ഷെങ്കിൽ അവർ പറഞ്ഞതും ദൈവം കേട്ടു. അതേ അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞത്, നീയല്ലയോ പറഞ്ഞത് സമഭൂമിയുടെ ദേവനല്ല ഞാൻ പർവ്വതദേവനാകുന്നു എന്ന്. അതുകൊണ്ട് നിന്നോട് പോരാടുവാൻ എൻ്റെ ജനത്തെ ഞാൻ ഇത് അയക്കുന്നത് ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ട്. ശത്രു പാടുന്നതും നമ്മൾ പാടുന്നതും സ്വർഗം കേൾക്കുന്നു. അവരുടെ ദൈവവും നമ്മുടെ പ്രാർത്ഥനയും പാട്ടും കേൾക്കുന്നു. രണ്ട് ദൈവങ്ങളും രണ്ടിടത്ത് നിന്ന് കേൾക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോടുള്ളതായ ഒരു സന്ദേശം, നീ ആയിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്ന്, സ്പിരിച്വൽ സ്റ്റാൻഡേർഡിൽ നിന്ന് he will try to bring you down. He will make you equal to him. അവനെ പോലെ ആക്കും. അവൻ്റെ സമനിലയിൽ, സെയിം സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരും. അവൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നവനാക്കും. അവൻ പാടുന്നത് പോലെ പാടുന്നവനാക്കും. അവൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനാക്കും. അവൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവനാക്കും. എന്തുകൊണ്ട്? അവൻ നിന്നെ സമഭൂമിയിലേക്ക് കൊണ്ടുവരണം. നിന്റെ കണ്ണ് പർവ്വതത്തിലായിരിക്കുമ്പോൾ നിന്റെ ചിന്തയും നിന്റെ പാട്ടും നിന്റെ ആരാധനയും നിന്റെ സ്വഭാവവും നിന്റെ പ്രവൃത്തികളും ഒക്കെ എല്ലാം അത്യുന്നതനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും. പക്ഷെങ്കിൽ നീ സമഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ അവനെ പോലെയാവും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ശത്രു പല കാര്യങ്ങളിൽ നിന്നെ ആകർഷിക്കുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ, നിന്നോട് ഇടപെടുമ്പോൾ ഒരു കാര്യം നീ ചിന്തിക്കണം. നിന്നെ സമഭൂമിയിലേക്ക് ആകർഷിക്കുവാനാണോ, അത്യുന്നതത്തിലുള്ളതായ ആശ്രയത്തിൽ നിന്ന് നിന്നെ വെട്ടിവെക്കുന്നതിന് വേണ്ടിയാണോ ശത്രു ഇത് ചെയ്യുന്നതെന്ന് നീ ചിന്തിച്ചു കൊള്ളണം. നിന്റെ കുഞ്ഞുങ്ങളിൽ നീ അത് ചിന്തിക്കണം. നിന്റെ തലമുറകളിൽ നീ അത് ചിന്തിക്കണം. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? സമഭൂമിയിൽ ശത്രു നിന്നെ കൊണ്ടുവരുവാൻ നീ ഇടം കൊടുക്കരുത്. നീ അതിനുള്ളതായ സന്ദർഭങ്ങൾ നിന്റെ ഭവനത്തിൽ ഉണ്ടാക്കരുത്. നിന്റെ ചിന്ത എപ്പോഴും അത്യുന്നതമായിരിക്കണം. നിന്റെ വാക്കുകൾ, നിന്റെ ചിന്തകൾ, നിന്റെ പ്രവൃത്തികൾ അത്യുന്നതനോട് അല്ലെങ്കിൽ അവനെ പ്രസാദിപ്പിക്കുന്നതായ ഒരു പ്രാർത്ഥനയും ചിന്തയും വാക്കുകളും തീരുമാനങ്ങളുമാകുമ്പോൾ അവിടെ ശത്രുവിന് കടന്നു വരുവാൻ കഴിയുകയില്ല. ദൈവം നിന്നെ സമഭൂമിയിലും സഹായിക്കുവാൻ വരും. നിന്നെ ഉന്നതങ്ങളിലും സഹായിക്കുവാൻ വരും. ചെറിയ കൂട്ടമെങ്കിലും ദൈവം നിന്നെ മാനിക്കും. നീ പോകുന്നിടത്തൊക്കെയും അത്യുന്നതയിൽ ആശ്രയമുള്ളവനായിരിക്കുവാൻ ഭാഗ്യം ഈ പ്രഭാതത്തിൽ ദൈവം നൽകുമാറാകട്ടെ.